ക്ലാസ് 6 ബേസിക് സയൻസ് ഓണം എക്സാം 2026. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചാൻസ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. നമ്മൾ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അതേപോലെ മലയാളത്തിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ക്ലാസ് 6 സോഷ്യൽ സയൻസ് ഓണം എക്സാം 2026 എന്ന പ്ലേലിസ്റ്റിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കാണാത്തവർ കയറി കാണുക, നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, അറിയാത്ത വേർഡ്സിൻ്റെയൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, കുറച്ച് രോഗങ്ങളുടെ പേരൊക്കെ ഉണ്ടല്ലോ, കോശിയൊക്കെ, മരാസ്മസ്, അങ്ങനത്തെ പേരൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, സ്പെല്ലിംഗ് അറിയാത്തവരാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റീസിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ചിത്രം കണ്ടല്ലോ, ഈ ചിത്രത്തിൽ എന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിനെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡിസീസ് ഈസ് ഷോൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുന്ന ഡിസീസിന്റെ പേരെന്താണ്? വിച്ച് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കോസസ് ദിസ് ഡിസീസ്? ഇത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ രോഗം വരുന്നത്? നെയിം 2 പ്രോട്ടീൻ റിച്ച് ഫുഡ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് പ്രിവെന്റ് ദിസ് ഡെഫിഷ്യൻസി. ഈ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ നമ്മൾ ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അപ്പൊ നമുക്കറിയാം, ഈ ഒരു രോഗത്തിന്റെ പേര് ക്വാഷിയോക്കർ എന്നാണ്. സ്പെല്ലിംഗ് കറക്റ്റ് പഠിച്ചു വെക്കുക. KWASHIORKOR. അപ്പൊ ഈ രോഗത്തിന്റെ പേരെന്താണ്? ക്വാഷിയോക്കർ ആണ്. വിച്ച് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കോസസ് ദിസ് ഡിസീസ്? ഏത് ഡെഫിഷ്യൻസി മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്? പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോക്കർ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഇതിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം ഉൾപ്പെടുത്തണം? എഗ്ഗും ആൻഡ് ഫിഷ്. പ്രോട്ടീൻ റിച്ച് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. എന്താണ്? എഗ് ആൻഡ് ഫിഷ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് എന്തിന്റെ പിക്ചറാണ്? ദിസ് ഈസ് മരാസ്മസ് ആണ്. ഇതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. വാട്ട് ഡിസീസ് ഈസ് ഷോൺ ഇൻ ദ പിക്ചർ? വിച്ച് ന്യൂട്രിയൻസ് ആർ സിവിയർലി ഡെഫിഷ്യൻസ് ഇൻ ദിസ് കണ്ടീഷൻ? നെയിം 2 ഫുഡ്സ് ദാറ്റ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ എന്താണ്? മരാസ്മസ് ഉള്ള ഒരു കുട്ടിയുടെ ഒരു ലക്ഷണമുള്ള ഒരു കുട്ടിയുടെ ഒരു പിക്ചറാണ്. അപ്പൊ ഇതെന്താണ്? മരാസ്മസ്. ഈ രോഗത്തിന്റെ പേരെന്താണ്? മരാസ്മസ്. ഇത് എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? യെസ്, ഇറ്റ് ഈസ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. പ്രോട്ടീൻ ആൻഡ് എനർജി ആർ സിവിയർലി ഡെഫിഷ്യന്റ്. അപ്പൊ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. ഇതിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്താണ്? എഗ്ഗും ഫിഷും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റുഡൻറ് ഫീൽസ് ടയേർഡ് സൂൺ ആഫ്റ്റർ പ്ലേയിങ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര ക്ഷീണം, കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണം. ഇസ് ഡെയിലി ഡയറ്റ് മെയിൻലി ഇൻക്ലൂഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ് ആൻഡ് പാക്കേജ്ഡ് സ്നാക്സ്. ഈ റിയർലി ഈറ്റ്സ് സെറിയൽസ്, പൾസസ് ഓർ ഫ്രൂട്ട്സ്. അപ്പൊ ആ കുട്ടി അധികം കഴിക്കുന്നത് എന്താണ്? ഇങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്, അതേപോലെ മധുര പലഹാരങ്ങൾ, പിന്നെ പാക്കിൽ വരുന്ന സ്നാക്സ് ഉണ്ടാവില്ല, ലേസ്, അങ്ങനത്തെ കുർക്കുറെ പോലുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് ആ കുട്ടി കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോക്കാം. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ സ്റ്റുഡൻസ് ടയർഡ്നെസ് ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ഹിസ് ഡയറ്റ്. അപ്പൊ ഈ കുട്ടിയുടെ ഈ ക്ഷീണത്തിന് കാരണം എന്താണ്? പിന്നെ അവന്റെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണം? നെക്സ്റ്റ്, വിച്ച് ന്യൂട്രിയൻ മെയിൻലി പ്രൊവൈഡ് എനർജി ടു അവർ ബോഡി? നമ്മുടെ ബോഡിയിലേക്ക് മെയിൻ ആയിട്ട് എനർജി തരുന്ന ന്യൂട്രിയന്റ് ഏതാണ്? നെയിം 1 സെറിയൽ ദാറ്റ് ഈസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ ഈ കുട്ടീന്റെ ലക്ഷണം വെച്ചിട്ട് ദ സ്റ്റുഡൻറ് ഡസ് നോട്ട് ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഈ കുട്ടി നല്ല ബാലൻസ്ഡ് ഡയറ്റ്, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ല. He should include cereals, pulses, fruits and vegetable instead of depending on junk food. അപ്പൊ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവൻ എന്തൊക്കെ കഴിക്കണം? സെറിയൽസ് കഴിക്കണം. അതേപോലെ തന്നെ പൾസസ്. സെറിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ്, വീറ്റ്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ പൾസസ് കഴിക്കണം, പിന്നെ ചെറുപയർ, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, കടല, അങ്ങനത്തെ പീനട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കണം. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കണം, പിന്നെ വെജിറ്റബിളും കഴിക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ന്യൂട്രിയൻ മെയിൻലി പ്രൊവൈഡ് എനർജി ടു അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസ് തരുന്നത് അല്ല, എനർജി തരുന്ന ന്യൂട്രിയന്റ് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്.
നെയിം വൺ സെറിയൽ ദാറ്റ് ഈസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഉള്ള സെറിയൽ എന്ന് പറയുന്നത് റൈസ് ആണ്. നമുക്ക് വീറ്റും എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്റ്റുഡൻറ് പെർഫോംഡ് എൻ അയോഡിൻ ടെസ്റ്റ് ഡ്യൂറിങ് റൈസ്, വാട്ടർ, പൊട്ടറ്റോ എക്സ്ട്രാക്ട് ആൻഡ് മിൽക്ക്. ഒരു കുട്ടി അയോഡിൻ ടെസ്റ്റ് ചെയ്തു. അത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? റൈസ് വാട്ടറും പൊട്ടറ്റോ എക്സ്ട്രാക്റ്റും ഉപയോഗിച്ചിട്ടാണ്, മിൽക്കും. റൈസ് വാട്ടറും കഞ്ഞിവെള്ളം, പൊട്ടറ്റോ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിന്റെ പിന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, എക്സ്ട്രാക്ട്. ഓക്കെ, അതേപോലെ ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ വെള്ളം. ഓക്കെ, ദാറ്റ് മിൽക്ക്, പിന്നെ വെള്ളം, അങ്ങനെ മിൽക്ക് അതേപോലെ തന്നെ പാൽ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. റൈസ് വാട്ടർ ആൻഡ് പൊട്ടറ്റോ എക്സ്ട്രാക്ട് ടേൺഡ് ബ്ലൂ ബ്ലാക്ക് വൈൽ മിൽക്ക് ഷോഡ് നോ കളർ ചേഞ്ച്. അപ്പൊ റൈസ് വാട്ടറും പൊട്ടറ്റോ എക്സ്ട്രാക്റ്റും ഈ അയോഡിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലൂ ബ്ലാക്ക് കളറായി, നീല കളർന്ന ഒരു കറുപ്പ് നിറമായി. പക്ഷെ മിൽക്കിന് ഒരു കളർ ചേഞ്ചും വന്നിട്ടില്ല. അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് അയോഡിൻ ടെസ്റ്റ്. അപ്പൊ അയോഡിൻ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണ്? വിച്ച് ന്യൂട്രിയൻസ് ഇസ് ഐഡന്റിഫൈഡ് ബൈ ദിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് കൊണ്ട് ഏത് ന്യൂട്രിയന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? വിച്ച് സാമ്പിൾ ഡിഡ് നോട്ട് ഷോ എ ബ്ലൂ ബ്ലാക്ക് കളർ. ഇതിൽ ബ്ലൂ ബ്ലാക്ക് കളർ കാണിക്കാത്ത ഏതാണ്? ഓക്കെ, അപ്പൊ റൈസ് വാട്ടർ ആൻഡ് പൊട്ടറ്റോ കണ്ടെയ്ൻ സ്റ്റാർച്ച്. അപ്പൊ ഇതിന് കാരണം എന്താണ്? റൈസ് വാട്ടറിലും പൊട്ടറ്റോയിലും എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. സോ ദേ ടേൺഡ് ബ്ലൂ ബ്ലാക്ക് വിത്ത് അയോഡിൻ. അപ്പോൾ അയോഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ അവ അതായത് അയോഡിനും സ്റ്റാർച്ചും കൂടി കലരുമ്പോൾ അവിടെ ബ്ലൂ ബ്ലാക്ക് കളർ ഉണ്ടാവും. മിൽക്ക് ഡിഡ് നോട്ട് ഷോ ദ കളർ ചേഞ്ച്. മിൽക്ക് കളർ ചേഞ്ച് കാണിക്കില്ല. അപ്പൊ ഇവിടെ എന്താണുള്ളത്? സ്റ്റാർച്ച് ആണുള്ളത്. കളർ ചേഞ്ച് കാണിക്കാത്ത ഏതാണ്? മിൽക്ക്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. വിച്ച് ന്യൂട്രിയൻ ഈസ് ഐഡന്റിഫൈ ബൈ ദിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ന്യൂട്രിയൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സ്റ്റാർച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡോക്ടർ അഡ്വൈസ്ഡ് എ ചൈൽഡ് വിത്ത് പുവർ ഗ്രോത്ത് ടു ഇൻക്ലൂഡ് ഗ്രീൻ ഗ്രാം ഫിഷ് എഗ് ആൻഡ് മിൽക്ക് ഇൻ ദ ഡെയിലി ഡയറ്റ്. ഒരു കുട്ടീനോട് അത്ര ഗ്രോത്ത് ഇല്ല, കുട്ടിക്ക് ഗ്രോത്ത് കുറവാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഗ്രീൻ ഗ്രാം ഫിഷ് എഗ് മിൽക്ക് ഇതൊക്കെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന്. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ഡോക്ടർ റെക്കമെൻഡ് ദീസ് ഫുഡ് ഐറ്റം. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ ഫുഡ് ഐറ്റംസ്, അതായത് ഫിഷ് എഗ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് റെക്കമെൻഡ് ചെയ്തത്? വിച്ച് ന്യൂട്രിയൻസ് ഇസ് മെയിൻലി പ്രസന്റ് ഇൻ ദീസ് ഫുഡ്. ഈ ഫുഡിലുള്ള മെയിൻലി ന്യൂട്രിയന്റ് എന്താണ്? നെയിം വൺ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് ദിസ് ന്യൂട്രിയൻ. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ്. ദീസ് ഫുഡ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ വിച്ച് ഇസ് നീഡഡ് ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. അപ്പൊ കുട്ടിക്ക് ഗ്രോത്ത് ആണുള്ളത്. അപ്പം ഡോക്ടർ അഡ്വൈസ് ചെയ്ത ഈ എന്തൊക്കെയാണ്? ഗ്രീൻ ഗ്രാം ഫിഷ് എഗ് മിൽക്ക്, ഇതിലൊക്കെ എന്താ ഉള്ളത്? ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പൊ ഗ്രീൻ ഗ്രാമിലുള്ളത് എന്താണ്? പ്രോട്ടീൻ ആണ്. അതേപോലെ തന്നെ ഫിഷിലും എന്താണ്? പ്രോട്ടീൻ ആണ്. എഗ്ഗിലും പ്രോട്ടീൻ ആണ്. മിൽക്ക്. അപ്പൊ പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഗ്രാം ഫിഷ് എഗ് ആൻഡ് മിൽക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. കാരണം എന്താണ്? ഈ പ്രോട്ടീൻ ആണ് വിച്ച് ഇസ് നീഡഡ് ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിങ്. ഗ്രോത്തിനും അതേപോലെ ബോഡി ബിൽഡ് ചെയ്യാനും നമുക്ക് എന്താ വേണ്ടത്? പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇതൊക്കെ എന്ത് റിച്ച് ഫുഡാണ്? പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാത്തവർക്ക്, അതായത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ അതാണ് ഉൾപ്പെടുത്തിയത്, കോഷിയോക്കറും മരാസ്മസും. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റുഡന്റ് റബ്ഡ് ക്രഷ്ഡ് കോക്കനട്ട് സീസം ആൻഡ് ട്രൈഡ് കോക്കനട്ട് ഓൺ സെപ്പറേറ്റ് ഷീറ്റ്സ് ഓഫ് പേപ്പർ. ഈച്ച് പേപ്പർ ബിക്കംസ് ട്രാൻസ്പ്ലന്റ്. അപ്പൊ ഒരു കുട്ടി സ്ക്രബ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദി ഒബ്സർവേഷൻ ഇൻഡിക്കേറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? വിച്ച് ന്യൂട്രിയൻ ഈസ് പ്രസന്റ് ഇൻ ദീസ് ഫുഡ് ഐറ്റം. ഇതിലൊക്കെ എന്ത് ഫുഡ് ഐറ്റം ആണ് അടങ്ങിയിരിക്കുന്നത്? നെയിം ഫുഡ് ഐറ്റം ദാറ്റ് ഓഫ് ആനിമൽ ഒറിജിൻ ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇൻ ദ സെയിം ന്യൂട്രിയൻസ്. അപ്പൊ ഈ ഇതിൽ എന്താ പറയുന്നത്? ഈ ഗ്രൗണ്ട് നട്ട്, അതേപോലെ സീസം, ഡ്രൈഡ് കോക്കനട്ട്, ഇതൊക്കെ നമ്മളൊരു പേപ്പറിൽ വെച്ചിട്ട് റബ്ബ് ചെയ്തപ്പോൾ പേപ്പർ ട്രാൻസ്പെറന്റ് ആയി എന്നാണ് ഇത് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് അതാണ്. അപ്പൊ ചോദിക്കുന്നത് ഈ ഒബ്സർവേഷനിൽ എന്താണ് നമുക്ക് മനസ്സിലായത്? ഇങ്ങനെ ഒരു സാധാരണ പേപ്പറിൽ, ഒരു പ്ലെയിൻ പേപ്പറിൽ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ റബ്ബ് ചെയ്തിട്ട് ആ പിന്നെ പേപ്പർ ട്രാൻസ്പെറന്റ് ആണ്, അതായത് നമുക്ക് ട്രാൻസ്പെറന്റ് പേപ്പർ പോലെ കാണാൻ പറ്റുമെങ്കിൽ അതിലെന്ത് നമുക്ക് മനസ്സിലാക്കാം? ദീസ് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ ഫാറ്റ്. ഇപ്പൊ നമ്മള് തട്ടുകടയിൽ നിന്നൊക്കെ വരുന്ന ഉഴുന്ന് വട, പഴംപൊരി, ഇതൊക്കെ നമ്മളൊരു പേപ്പറിൽ ചുരുട്ടിട്ടേക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക.
അപ്പൊ ആ പേപ്പർ നോക്കിയാൽ അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇതിന് എന്താണ്, എണ്ണ കൂടിയ ഭക്ഷണങ്ങളാണ് അതല്ലേ. ഓക്കെ, അപ്പൊ കണ്ടെയ്ൻ ഫാറ്റ് ആണ്. അപ്പൊ ഇത് എന്തടങ്ങിയ ഭക്ഷണമാണ്? വിച്ച് ന്യൂട്രിയൻസ് ഈസ് പ്രസന്റ് ഇൻ ദീസ് ഫുഡ്? ഫാറ്റ് ആണ്. അവിടെ ആൻസർ എഴുതി ഫാറ്റ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നെയിം വൺ ഫുഡ് ഐറ്റംസ് ഓഫ് ഒറിജിൻ ആനിമൽ ഒറിജിൻ ദാറ്റ് ഈസ് റിച്ച് ഇൻ ദ സെയിം. അപ്പൊ ആനിമൽ ഒറിജിൻ ഫുഡ് ഐറ്റം ഏതാണ്? ബട്ടർ ആണ്. ബട്ടർ, ഗീ, എഗ് ഓർ മിൽക്ക് ഓൾസോ കറക്റ്റ്. അപ്പൊ ആനിമൽ ഓറിയന്റഡ് ഫുഡ് ഐറ്റം ചോദിച്ചാൽ ഫാറ്റ് ഫുഡ് അടങ്ങിയെന്ന് വെച്ചിട്ട് ബട്ടർ ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് നമ്മുടെ ചാപ്റ്റർ 1 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. See you in another video. Thank you.